نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ആയിരം മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണടാ ഒന്നാം ക്ലാസ്സിലെ ചക്കരമക്കളെ, ഉഷാറാണോ? അടിപൊളിയല്ലേ? എക്സാം തുടങ്ങുകയാണ്, ഓണപ്പരീക്ഷ തുടങ്ങുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അടിച്ചു പൊളിച്ചു എഴുതും. ഇല്ലടാ സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഇന്ന് നമ്മൾ ഓണം എക്സാമിന്റെ മക്കളെ ഇന്റഗ്രേഷൻ ഡേ 2 രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. റെഡിയാണോ നിങ്ങൾ? റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചു തരും. അതിന് മുന്നേ നമ്മളുടെ വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴത്തൂടെ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ട്, ഇങ്ങനെ വീഡിയോയുടെ താഴത്തൂടെ നമ്പർ പോകുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് വാട്സപ്പിൽ അയച്ചാൽ മതി. അപ്പൊ തന്നെ ലിങ്ക് വരും. നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യണം കേട്ടോ. അതിലാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ അതിന്റെ പരീക്ഷ പേപ്പർ ഉണ്ടാവില്ലേ, അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ സംഭവങ്ങളൊക്കെ വരും. സെറ്റ് ആക്കി നമ്മൾ അടിച്ചു പൊളിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് പാർട്സ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് പാർട്സ് കാണാണ്ട് പരീക്ഷയ്ക്ക് പോകരുതേ, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. വേണ്ടേ? സെറ്റ് ആണ്, റെഡിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാറിന്റെ ഐഡിയ ഒന്ന് അടിച്ചു നോക്കുക, ഷമീൽ തറോൽ കേട്ടോ, ഷമീൽ തറോൽ. ഇൻസ്റ്റഗ്രാം കേട്ടടാ മക്കളെ, നോക്ക്. റെഡി? യെസ്, നമ്മൾ നേരെ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാനാണ് മക്കളെ. ഇന്റഗ്രേഷൻ ഡേ 2 ക്ലാസ് 1 അല്ലേ? യെസ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടടാ. ഈ ചിത്രം കൊടുത്തിട്ട് നമ്മളോട് ഈ ചിത്രത്തിലേക്ക് ആദ്യം നന്നായിട്ട് നോക്കാൻ വേണ്ടി പറയാം. നമ്മൾ നന്നായിട്ട് നോക്കും ചിത്രത്തിലേക്ക്. ഈ ചിത്രത്തിൽ കവുണ്ട്, ചിത്രത്തിൽ ഗോട്ട് ഉണ്ട്, ചിത്രത്തിൽ ചിക്ക് ഉണ്ട്, ചിത്രത്തിൽ ഡക്ക് ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, എന്തൊക്കെയൊക്കെ ഉണ്ട് ചിത്രത്തിൽ ഇല്ലേ? നമ്മൾ ചിത്രത്തിൽ നന്നായിട്ട് നോക്കുക, ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഹൗ മെനി ചിക്സ് ആർ ദർ ഇൻ ദ ഹൗസ്? ഹൗ മെനി ചിക്സ് ആർ ദർ ഇൻ ദ ഹൗസ്? വീട്ടിനുള്ളിൽ എത്ര ചിക്സ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 ചിക്സ് അല്ലേ? നമുക്ക് എഴുതി കൊടുക്കാം എത്ര ചിക്സ് ഉണ്ട്. 5 ചിക്സ് എന്ന് എഴുതി കൊടുക്കാം അല്ലെ? ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താണ് മക്കളെ? ഹൗ മെനി ഡക്സ് ഇൻ ദ പോണ്ട്? ഇവിടെ ഒരു പോണ്ട് കാണുന്നുണ്ടോ മക്കളെ? ആ പോണ്ടില് എത്ര ഡക്കുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഡക്കുകൾ എത്ര ഉണ്ട്? എന്താ ഡക്ക്? ക്വാ എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ആ സാധനം അല്ലേ, അതാണ് ഡക്ക്. എത്ര ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. എത്രയുള്ളത്? 7 എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ലെ? അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കടാ. ഹൗ മെനി വാട്ടർ ലില്ലീസ് ഇൻ ദ പോണ്ട്? വാട്ടർ ലില്ലീസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് പോണ്ടിൽ. കൗണ്ട് ചെയ്യാൻ കൂടുവോ? നോക്കിക്കോ, എന്നാൽ കൗണ്ട് ചെയ്ത് നോക്കിക്കോ. റെഡി? നോക്കിക്കേ, വാട്ടർ ലില്ലീസ് കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര ഉണ്ട്? 13 എന്ന് നമ്മൾ എഴുതി കൊടുക്കും അല്ലെ? ഇനി എന്താ അവിടെ എഴുതി കൊടുത്തതെന്നറിയാം? ഡ്രോ എ ട്രീ ഷോർട്ടർ ദാൻ ദ വൺ നിയർ ദ ഹൗസ് അല്ലെ? അപ്പോ ഇവിടെ ഒരു ട്രീ വരയ്ക്കാൻ വേണ്ടി പറയാണ്. ചെറിയൊരു ട്രീന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കുക. അതാണ് find the animal with the pond least number in the pond and tick അല്ലെ? find the animal with the least number in the pond and tick. അപ്പൊ ഇവിടെ പോണ്ടിലുള്ള ചെറിയ ജീവി ഏതാ? കുറവ് എണ്ണുള്ള ഏതാ? 1 2 അല്ലേ? 2 ആരാണത്? ടോട്ടോയ്സ് ആണ് അല്ലെ? ടോട്ടോയ്സ് ആണ്. മറ്റേതോ ഫ്രോഗൊക്കെയോ? ഫ്രോഗ് 3 എണ്ണം ഉണ്ട് അല്ലേ? ഈ ടോട്ടോയ്സ് ആണെങ്കിലോ 2 എണ്ണം ഉണ്ട്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? ഈസിയാണ്, ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഇതാണ് റെഡി. അത് കഴിഞ്ഞോ, നമ്മൾ നേരെ പോവാണ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടുകാരെ നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാണ് കൊടുത്തത് അല്ലെ? നമുക്ക് നോക്കാം. വേർതിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടുകാരെ നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത്? പാലിനായി ഇണക്കി വളർത്തുന്നവർ. ഞമ്മക്കറിയാം അല്ലെ? ആരൊക്കെയാണിത്? പശു ഉണ്ട്, താറാവുണ്ട്, ഇത് കോഴിയാണ്, പൂച്ചയാണ്, സിംഹമാണ്, പിന്നെയോ ഇത് ആരാ? ഇത് നായയാണ്, ആടാണ്, ജിറാഫ്. അപ്പോ
കാട്ടിലെ എന്താ പറയുന്നത്, പാലിനായി ഇണക്കി വളർത്തുന്നവരാരൊക്കെയാ? ഇയാൾ പശുവിനെ നമ്മൾ പാലിന് വളർത്തും. പിന്നെയോ ഇയാൾ ആടിന് നമ്മൾ എന്ത് ചെയ്യും? പാലിനായിട്ട് നമ്മൾ വളർത്തും അല്ലെ. ആടും പശുവും നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. ഇനി അടുത്തത് നോക്കടാ, മുട്ട തരുന്നവരാരൊക്കെയാണ്? മുട്ട തരുന്നവരാരൊക്കെയാ? കോഴിയല്ലേ. കോഴിയും താറാവും എന്ത് ചെയ്യും? മുട്ട തരും അല്ലെ. ഇവിടെ പൂവൻ കോഴിയാണ് കൊടുത്തത്. പൂവൻ കോഴി സാധാരണ മുട്ടയൊന്നും തരൂല അല്ലെ. കോഴിയാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ റെഡിയാണ്. പക്ഷെ പൂവൻ കോഴി മുട്ടയൊന്നും തരൂല. പൂവൻ കോഴി മുട്ട ഇടുവോ? ഇല്ല. റെഡി. അപ്പോ അടുത്ത നോക്ക്, കാട്ടിലെ കൂട്ടുകാരാരൊക്കെയാ? സിംഹമുണ്ട്, ജിറാഫ് ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം, ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കാം, പാലിനായി വളർത്തുന്നവരാരൊക്കെയാ? പശുവും ആടും. നമുക്കറിയാം അല്ലെ. ഇങ്ങനെ ഇതേപോലെ ചോദ്യം തരും കേട്ടോ. ഇതേപോലെ ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം, വേണ്ടേ? പാലിനായി വളർത്തുന്നവര് പശുവും ആടും അല്ലെ. മുട്ട തരുന്നവര് താറാവും കോഴിയും എന്ത് ചെയ്യും? മുട്ട തരും. കാട്ടിൽ ജീവിക്കുന്നവരാരൊക്കെയാ? സിംഹവും ജിറാഫും. ഇതൊക്കെ നമുക്ക് അറിയണം. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലടാ? മനസ്സിലായിട്ടില്ലേ? സംഭവം മനസ്സിലായിട്ടില്ലേ? ഇതേപോലെ പരീക്ഷക്ക് വരുവേ. പരീക്ഷക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണേ. ഓർത്ത് വെച്ചേ, ഇതേപോലെ വരൂന്ന് പറഞ്ഞാൽ വരും. പഠിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോവാണ് നമ്മള്. ആട് പറയുന്നത് വായിക്കൂ, നായ പറയുന്നത് എന്താവാം? എഴുതൂ എന്നാണ്. ആട് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. പിങ്കി വളർത്തുന്ന ആടാണ് ഞാൻ, പാലിനായാണ് എന്നെ വളർത്തുന്നത്, പ്ലാവിലയും പുല്ലും കഞ്ഞിവെള്ളവുമാണ് എന്റെ ആഹാരം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി കൊടുക്കാം അല്ലെ. നായയെ പറ്റി എഴുതി കൊടുക്കാം. ആരോ വളർത്തുന്ന നായയാണ് ഞാന്. എന്തിനു വേണ്ടിയിട്ടാ? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നായയെ വളർത്തുന്നത്. പിന്നെ നായന്റെ ഭക്ഷണമൊക്കെ എഴുതി കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ, ഞാനാണ് പിങ്കി വളർത്തുന്ന നായ അല്ലെ. പിങ്കി വളർത്തുന്ന നായ. വീട്ടുകാവലാണ് എന്റെ ജോലി. ഇറച്ചിയും മീനും ഒക്കെയാണ് എന്റെ ആഹാരം അല്ലെ. ഇത് നമുക്ക് അറിയാം അല്ലെ. നമുക്ക് അറിയുന്നതാ. ഇതേപോലെ ചോദ്യം വരും. ചോദ്യം വന്നാ നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. ഞാനാണ് പിങ്കിയുടെ വളർത്തുനായ, അല്ലെങ്കിൽ എന്ത് പറയാം? പിങ്കി വളർത്തുന്ന നായയാണ് ഞാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇതാ ഇവിടെ എഴുതിയില്ലടാ. പിങ്കി വളർത്തുന്ന ആടാണ് ഞാൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പിങ്കി വളർത്തുന്ന നായയാണ് ഞാൻ. അങ്ങനെ എഴുതി കൊടുത്തൂടെ? എഴുതി കൊടുക്കാം. പിന്നെ ഇതൊക്കെ എന്തിനാണ്? സുരക്ഷക്ക്. എന്താ? വീട്ടുകാവലാണ് എന്റെ ജോലി അല്ലെ. ഇവിടെ എഴുതി കൊടുക്കാം, വീട്ടുകാവലാണ് എന്റെ ജോലി. മീനും ഇറച്ചിയുമാണ് എന്റെ ആഹാരം എന്ന് എഴുതി കൊടുക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിൾ. അതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല അല്ലെ. ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടോ. ഇനി അടുത്തത്, കൂട്ടുകാരെ, നിങ്ങൾ ഓണക്കാലത്ത് കളിക്കാറുള്ള കളികൾ എന്തൊക്കെയാണ്? 3 കളികളുടെ പേരെഴുതുക. ഓണക്കാലത്ത് നമ്മൾ ഒരുപാട് കളികളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കളി ഉപകരണങ്ങൾ അല്ലെ, അതൊക്കെ നമുക്കറിയാം. എന്തൊക്കെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. കളികളെ പറ്റിയൊക്കെ നമുക്കറിയാം ഇല്ലേ. നമുക്കറിയാം കളികളെ പറ്റിയൊക്കെ. അപ്പൊ കളി ഉപകരണങ്ങൾ ഏതൊക്കെയാന്നുള്ളത് കുറച്ചൊക്കെ നമുക്കറിയാം അല്ലെ. ഇത് ഇവിടെ എന്താ ചോദിച്ചത്? ഇവിടെ 3 കളിന്റെ പേരെഴുതാനാ. 3 കളിന്റെ പേര് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? കക്കുകളി, നാരങ്ങാപ്പാല്, സാറ്റുകളി അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന ഓണക്കാലത്ത് കളിക്കുന്ന 3 കളിന്റെ പേരുകൾ എഴുതിക്കും. ഇവിടെ ഞാൻ പറഞ്ഞോ, നിങ്ങൾ നോക്കണ്ട. കക്ക് കളി, സാറ്റ് കളി, അതേപോലെ തന്നെ നാരങ്ങാപ്പാല് കളി അല്ലെ. നാരങ്ങാപ്പാല്, ജോഡിക്ക് 2 ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി വരുന്ന കുറുക്കനെ പിടിച്ചോ. അങ്ങനെ കറന്നോടടാ. റെഡി. അത് കഴിഞ്ഞ് ഓല കൊണ്ട് ഉണ്ടാക്കാവുന്ന 2 കളിപ്പാട്ടങ്ങളുടെ പേര് എഴുതുക. എത്ര എണ്ണം വേണം? ഓല കൊണ്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കിയില്ലേ? ക്ലാസ്സിലൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? എത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം? പീപ്പി ഉണ്ടാക്കാം, പിന്നെയോ പമ്പരം ഉണ്ടാക്കാം, ഫാൻ ഉണ്ടാക്കാം, വാച്ച് ഉണ്ടാക്കാം, എന്തൊക്കെ ഉണ്ടാക്കാം. ബോൾ ഉണ്ടാക്കാം അല്ലെ. അതേപോലെ തത്തമ്മ ഉണ്ടാക്കാം അല്ലെ. പക്ഷി കുഞ്ഞിനെ ഉണ്ടാക്കാം. എന്തൊക്കെയോ കളിപ്പാട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. നോക്കല്ലേ. ഓലപ്പന്ത്, കാറ്റാടി. ഇനിയടാ, എനിക്കിഷ്ടമുള്ള ഒരു കളിയെ കുറിച്ച് എഴുതൂന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളിയാ? ഒരു കളിനെ പറ്റി എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് വന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ? ഒരു കളിനെ പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇവിടെ ഒരു കളിനെ പറ്റി പറയുന്നത് നോക്കൂ. എനിക്കേറെ ഇഷ്ടം ഇലക്കളിയാണ്. അമ്മയും ഞാനും അനുജത്തിയും അടുത്ത വീട്ടിലെ ചന്തുവും മാളുവും കൂടി കളിക്കും. അമ്മ പറമ്പിലൂടെ നടന്ന് പലതരം ഇലകൾ പറിച്ച് ഞങ്ങളെ കാണിക്കാതെ ഒളിച്ചു വെക്കും. കളി തുടങ്ങുമ്പോൾ ഓരോ ഇല ഞങ്ങളെ കാണിക്കും.
ഞങ്ങൾ പറമ്പിലൂടെ തിരഞ്ഞ് ഇല കണ്ടെത്തണം. ആദ്യം കണ്ടെത്തുന്നവർ പറിച്ചു കൊണ്ട് ഓടി വരും. ശരിയാണെങ്കിൽ ഒരു പോയിന്റ്. പലതരം ചെടികളെ നിരീക്ഷിക്കാനുള്ള അവസരം കൂടിയാണ് ഈ കളി. അല്ലെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കളിയെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ വലിയതാക്കിയിട്ട് എഴുതിയാൽ അത് അത്രയൊന്നും വേണമെന്നില്ല, ചെറുതാക്കിയിട്ട് എഴുതിയാലും മതി കേട്ടോ. ചെറുതാക്കിയിട്ട് എഴുതിയാൽ മതി. ഒരു കളീനെ പറ്റി നിങ്ങൾ ഒരുപാട് കളീനെ പറ്റി നിങ്ങൾ പഠിച്ചില്ല, ടീച്ചർ എഴുതി തന്നിട്ടൊക്കെ ഉണ്ടാവില്ല നോട്ടില്. അതിലൊരു കളീനെ പറ്റി എന്തായാലും പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതിക്കൂടെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ നേരം നമ്മൾ പോവാണ്. ഇതൊക്കെ നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, റെഡി. അപ്പോ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മൾ ഈ പിക്ചേഴ്സ് നോക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നത്. ഇവിടെ റാബിറ്റിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡോഗിന്റെ പിക്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കാറ്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഹൗ മെനി റാബിറ്റ് എണ്ണാം നമുക്ക് അല്ലെ. 1 2 3 4 5 6 അല്ലെ. കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറഞ്ഞാണ്. 6 റാബിറ്റ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. 6 റാബിറ്റ് ആണ്. 6 റാബിറ്റ് എന്ന് എന്ത് ചെയ്യാടാ മക്കളെ, നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം 6 അല്ലെ. ഹൗ മെനി കാറ്റ്സ് ആണടാ, നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 അല്ലെ. 14. എത്രയാടാ? 14. 14. ഇനി ചോദിക്കുന്നത് ഹൗ മെനി പപ്പീസ് ആണ്. നോക്ക്, ഇതാണ് പപ്പീസ് അല്ലെ. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. എത്ര പപ്പീസ് ഉള്ളത്? 7 പപ്പീസ് ആണുള്ളത്. 7 പപ്പീസ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 7 പപ്പീസ്. അതേപോലെ തന്നെ പിന്നെ 6 റാബിറ്റ്സ്. അതേപോലെ തന്നെ കാറ്റ്സ് എത്ര എണ്ണാണ്? കാറ്റ്സ് 14 കാറ്റ്സ് അല്ലെ. ഈ ഒരു സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതാ ചെറിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഈ ഒരു സാധനങ്ങൾ എന്റെ മക്കൾ പഠിച്ചു വെക്കണേ, മറന്നു പോകാതെ. പാലിനായിട്ട് വളർത്തുന്നവര്, മുട്ട തരുന്നവര്, അതേപോലെ തന്നെ കാട്ടിലെ കൂട്ടുകാർ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അതേപോലെ തന്നെ കൗണ്ട് ചെയ്യാൻ എന്തായാലും വരും, കൗണ്ട് ചെയ്ത് എഴുതാൻ എന്തായാലും വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പിങ്കിനെ കളീനെ പറ്റിച്ച് കളികൾ ഏതൊക്കെയാന്നൊക്കെ ചോദിക്കാം. വലിയ എന്തോന്നും ചോദിക്കൊന്നുമില്ല. ഇങ്ങനെ ഏതൊക്കെ കളി, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കളിനെ പറ്റി ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ചെറുതായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മറന്നുകൊണ്ട് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. താഴത്ത് ലിങ്ക് ഉണ്ട്. ലിങ്ക് അല്ലടോ, താഴത്ത് നമ്പർ ഉണ്ട്. അതിലൊക്കെ കയറിയിട്ട് എന്ത് ജോയിൻ ചെയ്യണം. അടിപൊളി ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അടുത്ത എല്ലാ പരീക്ഷന്റെയും ക്ലാസ് ഉണ്ടാവും. എല്ലാ വിഷയത്തിന്റെയും 1 മുതൽ 4 വരെയുള്ള എല്ലാ വിഷയത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടന്റ് വാർഡ്സ് ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടന്റ് വാർഡ്സ് എന്തായാലും കാണണേ, ആ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാ. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും ബൈ ബൈ, ടാറ്റാ. ഓക്കെ.